ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എത്ര മണിക്ക് നമ്മൾ ഉണരാനുള്ള ഒരു കൃത്യമായ സമയം പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോ അഷ്ടാംഗഹൃദയത്തിലെ ദിനചര്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിലെ ആയുർവേദാചാര്യന്മാര് വാഗ്ഭടാചാര്യൻ ആയുസ് കാക്ഷിക്കുന്നവർ, അതായത് രോഗാവസ്ഥകളില്ലാതെ ആയുരാരോഗ്യത്തോടുകൂടെ ദീർഘനാള് സുഖമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ശീലിച്ചു പോരേണ്ട ചിട്ടകളെ പറ്റി ഭക്ഷണ രീതികളും ജീവിത രീതികളും കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദിനചര്യ അദ്ദേഹം ആരംഭിക്കുമ്പോൾ തന്നെ ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേ സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷക എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ആയുസിന്റെ രക്ഷയ്ക്കായി സ്വസ്ഥനായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവൻ ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേ, ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 4:30 മണിക്ക് ശേഷം, 4:30 മണിക്ക് ശേഷം എന്ന് പറയുന്നവരുണ്ട്, 5:30 മണി എന്ന് പറയുന്നുണ്ട്, 6 മണി എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, ഒരു 4:30ക്ക് ശേഷം, 4:30ക്കും 6 മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയത്ത് ഉണർന്നിരിക്കണം. ഈ സമയത്ത് പതിവായിട്ട് ഉണരുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വലത, കർമ്മകരണശേഷി, ബുദ്ധി, ഓർമ്മശക്തി എല്ലാം വർദ്ധിക്കുന്നതിന് സഹായകരമാവുമെന്ന് പറയപ്പെടുന്നു. ആധുനിക പഠനങ്ങളും ഇക്കാര്യം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് പുലർകാലം ഉണരുന്നത് സഹായകരമാവുന്ന പല പഠനങ്ങളും തെളിയിക്കപ്പെട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. ഇപ്പൊ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 4:30 മണിക്ക് ശേഷം ഉണരണം. 4:30 മണിക്ക് മുമ്പ് ഉണരണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ 4:30 മണി വരെ ഉറങ്ങണം. അപ്പൊ അതിനൊരു 8 മണിക്കൂർ മുമ്പ് ഉറങ്ങാൻ കിടക്കണം എന്ന് പറഞ്ഞാല് നമുക്കൊരു 8:30 ആകുമ്പോൾ ഉറങ്ങാം. അപ്പൊ 8:30 മുതൽ 4:30 വരെയുള്ള സമയമാണ് ഉചിതം. അപ്പൊ 8:30 പോയിട്ട് ഇപ്പൊ 11:30, 12:30, 1:30, 2 മണിക്കും കിടക്കുന്നവരെ വരെ ഞാൻ കണ്ടു. ഓക്കെ, അപ്പൊ ഒരു 8:30 മണിക്ക് ഉറങ്ങി 4:30 മണിക്ക് ഉണരണം കേട്ടോ. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയമായിട്ട് അഷ്ടാംഗഹൃദയത്തിൽ വാഗ്ഭടാചാര്യൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 4:30 മണിക്ക് ശേഷം. ഇതൊരു പുതിയ അറിവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.